സ്ഥാപനത്തിന് മുമ്പിൽ തികച്ചും മാനുഷികപരമായ രീതിയിലല്ലാതെ വിചിത്രമായ രീതിയിൽ പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ കണ്ടിരിക്കുന്നത്. അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ തൃക്കാക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വിഷ്ണു വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, സമാനതകളില്ലാത്ത പീഡനമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളടക്കം പ്രവർത്തകർ ഇവിടെ വിവിധ മാധ്യമങ്ങളുടെ പുറത്തുവിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാസാമാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ലഭ്യമാകുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെയൊക്കെ ശമ്പളം കൊടുക്കാതിരിക്കുകയും അവരെ നാൽക്കാലികൾക്ക് സമമായി കഴുത്തിൽ ബെൽറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. തൊഴിലിടങ്ങൾ സംരക്ഷിക്കുകയും തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിനകത്തുള്ള ഇന്ത്യയിലുടനീളമുള്ള സംഘടന എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐക്ക് ഇത് കണ്ടില്ല എന്നടിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമല്ല. ആ ഒരു ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധവുമായിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് അമൽ സോനെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഏതാനും മണിക്കൂർ മുമ്പ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ തന്നെ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി ചരിത്രപരമായ സമരങ്ങൾ നടന്ന മണ്ണാണ് എറണാകുളത്തിൻ്റേത്. ആ എറണാകുളം നഗരത്ത് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ലാഭയിച്ഛ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ലാഭം കൊയ്യുന്നതിന് വേണ്ടി തൊഴിലാളികളെ നാൽക്കാലിക്ക് സമമായി കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തി എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഇന്ന് കേരളത്തിലെ തൊഴിലന്തരീക്ഷം എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് ലോക രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ കേരളത്തിനകത്ത് തൊഴിലെടുക്കാനും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് തൊഴിലാളിയായി നടക്കാനുമുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള എണ്ണമറ്റ സമരങ്ങളുണ്ട്. ഈ സമരങ്ങളുടെ ചരിത്രം പേറിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായി തൊഴിലെടുക്കാൻ കഴിയുന്ന, തൊഴിലാളിയാണെന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുള്ളത്. അതിനെ ആകെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഈ പ്രവർത്തനം നടത്തിയാൽ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരെ സംബന്ധിച്ച് മനുഷ്യരെയും മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെയും ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ്. പക്ഷേ ഞങ്ങളത് മാറ്റിവെച്ചാൽ ഈ പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനെയും ഈ തൊഴിലാളികളെയും തെരുവിലൂടെ വാസ്തവത്തിൽ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ സംഘടന ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യത്വവും മനുഷ്യൻ്റെ ആത്മാഭിമാന മൂല്യവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടന ഇന്ന് കേരളത്തിനകത്ത് ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഈ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ബ്രാഞ്ചുകളുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകില്ല എന്ന് തീർച്ചപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനം സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കേരളത്തിനകത്ത് ഏറ്റവും മാതൃകാപരമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വരെ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാടത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഇത്തരം ക്ഷുദ്രശക്തികളെ എന്ത് വില കൊടുത്തും നേരിടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, പ്രതിഷേധം 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 പ്രതിഷേധം, ഡിവൈഎഫ്ഐ പ്രതിഷേധം, ഡിവൈഎഫ്ഐ പ്രതിഷേധം, തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കൂ, തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കൂ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് കമ്പനി അടച്ചുപൂട്ടുക, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് കമ്പനി അടച്ചുപൂട്ടുക, ഇൻക്ലാബ് സിന്ദാബാദ്.